Hi students, welcome to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സിലബസിലെ 8ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഫോഴ്സ് എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി പോർഷൻസ് ആണ്. ഈ ഫോഴ്സ് ചാപ്റ്ററിൻ്റെ ഓൾറെഡി 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ആ വീഡിയോകൾ പോയി കാണുക, മുഴുവൻ കാണുക, മനസ്സിലാക്കുക. എന്നിട്ട് ഈ വീഡിയോയുടെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചാപ്റ്റർ കംപ്ലീറ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയുടെ കൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ബാക്കി പോർഷൻസിലേക്ക് കടക്കാം. നമ്മൾ ആദ്യമായി പഠിക്കുന്ന പോർഷൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. Burn a few pieces of paper and put it in a tall glass bottle. ഒരു നീളമുള്ള ഗ്ലാസ് ബോട്ടിലേക്ക് കുറച്ച് പേപ്പർ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം ബേൺ ചെയ്യിപ്പിക്കുക. Peel a fully ripe banana a little and place it at the mouth of the bottle. അതിനുശേഷം ആ കുപ്പിയുടെ വായ്ഭാഗത്തിലേക്ക് ഒരു ബനാന പീൽ ചെയ്ത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വയ്ക്കുക. When the paper has almost burned, പേപ്പർ കഷ്ണങ്ങൾ ഏകദേശം മുഴുവനായും കത്തിക്കരിഞ്ഞതിന് ശേഷം വാട്ട് ഡു യു ഒബ്സർവ്, നിങ്ങൾ എന്ത് നിരീക്ഷിക്കുന്നു? വാട്ട് മൈറ്റ് ബി ദ റീസൺ, ഇതിന് കാരണം എന്താണ്? ഈ പരീക്ഷണം ചെയ്യുമ്പോൾ നമ്മളവിടെ നിരീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ബനാന ഗോസ് ഇൻ ടു ദ ബോട്ടിൽ, ബോട്ടിലിനുള്ളിലേക്ക് ബനാന താഴ്ന്നിറങ്ങുന്നതായിട്ട് കാണും. വാട്ട് മൈറ്റ് ബി ദ റീസൺ, ഇതിന് കാരണം എന്ന് പറയുന്നത് വെൻ ദ പേപ്പർ ഇൻ ദ ബോട്ടിൽ ബേൺ ഓഫ് ദ എയർ ഇൻസൈഡ് ദ ബോട്ടിൽ എക്സ്പാൻഡ് ആൻഡ് ഗോസ് ഔട്ട്സൈഡ്. ബോട്ടിലിനുള്ളിലെ പേപ്പർ കഷ്ണങ്ങൾ മുഴുവനായി കത്തിക്കഴിയുമ്പോഴേക്കും ബോട്ടിലിനുള്ളിലുണ്ടായിരുന്ന എയർ എക്സ്പാൻഡ് ചെയ്യുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. കുറച്ചുകൂടെ വിശദമായി പറഞ്ഞാൽ നമുക്കറിയാം ഏതൊരു വസ്തുവും കത്താൻ ഓക്സിജൻ ആവശ്യമാണ്. അപ്പോൾ ഈ പേപ്പർ കഷ്ണങ്ങൾ കുപ്പിക്കുള്ളിൽ കത്തുമ്പോൾ അവിടെ ഓക്സിജൻ ഉണ്ട്. എന്നാൽ ഈ പേപ്പർ കഷ്ണങ്ങൾ മുഴുവനും കത്തിക്കഴിയുമ്പോൾ ആ കുപ്പിക്കുള്ളിൽ ഓക്സിജൻ്റെ അളവുണ്ടോ? ഇല്ല. അപ്പോൾ ആ കുപ്പിക്കകത്തിലുള്ള എയർ അഥവാ ഓക്സിജൻ, വായു മുഴുവനും എക്സ്പാൻഡായി പുറത്തേക്ക് പോയിരിക്കും. അപ്പോൾ നമ്മൾ കുപ്പിയുടെ വായുഭാഗത്ത് ബനാന പീല് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോഴെന്താണ്, കുപ്പിക്കുള്ളിൽ വായുവിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ എയറിൻ്റെ അളവ് വളരെ കുറവാണ് ഇപ്പോൾ. എന്നാൽ കുപ്പിയുടെ വെളിയിൽ വായുവിൻ്റെ എയറിൻ്റെ അളവ് വളരെ കൂടുതലാണ് താനും. സോ ഇങ്ങനത്തെ അവസ്ഥയിൽ വെളിയിലുള്ള എയറിന് കുപ്പിക്കുള്ളിലേക്ക് പ്രവേശിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ വെളിയിലുള്ള എയർ കുപ്പിയുടെ അകത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ കുപ്പിയുടെ വായുഭാഗത്ത് ബനാനയായി ഇരിപ്പുണ്ടല്ലേ? അങ്ങനെ വരുമ്പോൾ വെളിയിൽ നിന്ന് വരുന്ന എയർ ഈ ബനാനയിലേക്ക് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. അങ്ങനെ ആ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത് മൂലമാണ് ബനാന കുപ്പിക്കുള്ളിലേക്ക് താഴ്ന്നു പോകുന്നത്. ക്ലിയർ ആയോ? കുപ്പിക്കുള്ളിൽ പേപ്പർ കഷ്ണങ്ങൾ കത്തിക്കരിയുമ്പോഴത്തേക്ക് അവിടുത്തെ എയർ എല്ലാം എക്സ്പാൻഡ് ചെയ്ത് വെളിയിൽ പോയിരിക്കും. ഇപ്പോൾ കുപ്പിക്കകത്തിൽ വായുവിൻ്റെ പ്രസൻസ് വളരെ കുറവാണ്. സോ വെളിയിലുള്ള എയറിന് കുപ്പിക്കുള്ളിലേക്ക് പ്രവേശിക്കാനുള്ളൊരു ടെൻഡൻസി വരും. ആ ടെൻഡൻസി ചെയ്യുമ്പോൾ വായുഭാഗത്ത് ബനാന ഉള്ളതുകൊണ്ട് വെളിയിൽ നിന്ന് വരുന്ന എയർ ബനാനയിലേക്കൊരു പ്രഷർ എക്സേർട്ട് ചെയ്യും. അങ്ങനെ ആ പ്രഷർ മൂലമാണ് ബനാന കുപ്പിക്കുള്ളിലേക്ക് താഴ്ന്നു പോകുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ പ്രഷർ ഓഫ് എയർ ഇൻസൈഡ് ദ ബോട്ടിൽ വെൻ ദ പേപ്പർ ബേൺസ്? പേപ്പർ ബേൺ ചെയ്യുമ്പോൾ കുപ്പിക്കകത്തിലുള്ള എയറിൻ്റെ പ്രഷറിന് എന്ത് സംഭവിക്കും? ആൻസർ, ദ പ്രഷർ ഓഫ് എയർ ഇൻക്രീസസ്. എയറിൻ്റെ പ്രഷർ കൂടും. Will the air inside the bottle get expelled when the pressure inside it increases and expand? എന്താണ് ചോദിച്ചിരിക്കുന്നത്? പ്രഷർ ഇൻസൈഡ്,
അകത്തിലുള്ള കുപ്പിക്കകത്തുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ ബോട്ടിലിനകത്തിലുള്ള എയർ എക്സ്പെൽ ആകുമോ? എക്സ്പെൽ ആവില്ലേ? ആവും. യെസ്, ദ എയർ വിൽ എക്സ്പെൽഡ്. How is the pressure of air inside the bottle after the mouth of the bottle is shut by the banana? Find the answer by comparing it to the atmospheric pressure. എന്താണ് ക്വസ്റ്റ്യൻ? How is the pressure of air inside the bottle? ബോട്ടിലിന് അകത്തുള്ള പ്രഷർ, എയറിൻ്റെ പ്രഷർ ആഫ്റ്റർ ദ മൗത്ത് ഓഫ് ദ ബോട്ടിൽ ഈസ് ഷട്ട് ബൈ ദ ബനാന. ബനാന വെച്ച് അടച്ചതിന് ശേഷം ബോട്ടിലിന് അകത്തിലുള്ള എയറിൻ്റെ പ്രഷറിന് എന്ത് സംഭവിക്കും? ദ പ്രഷർ ഇൻസൈഡ് ദ ബോട്ടിൽ ഈക്വൽ ടു ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ബോട്ടിലിനകത്തിലുള്ള പ്രഷർ അന്തരീക്ഷ മർദ്ദത്തിന് ഈക്വലായി മാറും. What happens when the bottle gets cooled? ബോട്ടിൽ കൂൾ ചെയ്യുമ്പോൾ, തണുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബോട്ടിൽ തണുക്കുമ്പോൾ ബോട്ടിലിനുള്ളിലുള്ള വായു കോൺട്രാക്റ്റ് ആവുകയും എയർ പ്രഷർ ഇൻസൈഡ് ദ ബോട്ടിൽ ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. Since the atmospheric pressure outside the bottle is greater than pressure of air inside it. അല്ലേ, നമ്മൾ പറഞ്ഞായിരുന്നു അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ബോട്ടിലിന് വെളിയിലുള്ള ഔട്ട്സൈഡിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് ബോട്ടിലിനകത്തിലുള്ള പ്രഷറിനെക്കാട്ടിലും കൂടുതൽ. ദ ബനാന സ്ലിപ്സ് ഇൻ ടു ദ ബോട്ടിൽ. അതുകൊണ്ടാണ് ബനാന ഇതിനുള്ളിലേക്ക് സ്ലിപ്പ് ചെയ്ത് പോകുന്നത്. ഫ്രം ദിസ് എക്സ്പെരിമെൻറ്റ് യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദ അറ്റ്മോസ്ഫിയറിക് എയർ ക്യാൻ എക്സേർട്ട് പ്രഷർ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അറ്റ്മോസ്ഫിയറിക് എയറിന് പ്രഷർ എക്സേർട്ട് ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. ആൻ എൻവലപ്പ് ഓഫ് എയർ സറൗണ്ട് ദ എർത്ത്. ഭൂമിക്ക് ചുറ്റും എയർ, വായുവിൻ്റെ ഒരു പുതപ്പുണ്ട്. ദിസ് ഈസ് ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ. ഇതാണ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. The density of atmospheric air near the surface of the earth is greater and it decreases as we go up. നമ്മൾ മുകളിലേക്ക് പോകുന്തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. എന്നാൽ അറ്റ്മോസ്ഫിയറിക് എയർ നിയർ ദ സർഫസ് ഓഫ് എർത്ത്, ഭൂമിക്ക് അടുത്തുള്ള ഭാഗങ്ങളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഡെൻസിറ്റി ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. എന്നാൽ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് വി ഗോ അപ്പ്, മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. Hence, atmospheric pressure decreases as we go up. മുകളിലേക്ക് പോകുന്തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം കേട്ടോ. The weight of the air column over unit area of the earth's surface is atmospheric pressure. Atmospheric pressureന്റെ ഡെഫിനിഷൻ എന്താണ്? The weight of the air column over unit area of the earth's surface. എയർ കോളത്തിൻ്റെ വെയ്റ്റ് എങ്ങനെ? എർത്ത് സർഫസിൽ അനുഭവപ്പെടുന്ന യൂണിറ്റ് ഏരിയയിൽ, എർത്ത് സർഫസിൻ്റെ യൂണിറ്റ് ഏരിയയിൽ ഉള്ള എയർ കോളത്തിൻ്റെ വെയ്റ്റിനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അഥവാ അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മുടെ ഡെയിലി ലൈഫിലെ സിറ്റുവേഷൻസിൽ എങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരെണ്ണം തന്നിട്ടുണ്ട്, ഡ്രിങ്കിങ് ജ്യൂസ് യൂസിങ് എ സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വരുന്ന ഒരു ഉദാഹരണമാണ്. എന്താണ്? നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ മുകളോട്ട് വലിക്കുകയാണല്ലേ. മുകളോട്ട് വലിക്കുക എന്ന് പറയുമ്പോൾ മുകളിലേക്ക് എന്ന് പറയുമ്പോൾ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അപ്പോൾ പ്രഷർ കുറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് വലിച്ച് എടുക്കാം. പിന്നെ നമ്മളൊക്കെ എഴുതി ചേർക്കാൻ ചോദിച്ചിട്ടുണ്ട്, അവിടെ നമുക്ക് എഴുതി ചേർക്കാം. ഏതൊക്കെ ചേർക്കാം, എന്തൊക്കെയാണെന്ന് ആലോചിച്ച് എന്തൊക്കെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫില്ലിംഗ് ഇങ്ക് ഇൻ എ ഫൗണ്ടൻ പെൻ. മഷി നിറയ്ക്കുന്ന പേനയില്ലേ, അതിൽ മഷി നിറയ്ക്കുന്നത് ഏതാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഒരു ഉദാഹരണമാണ്. പിന്നെ വർക്കിംഗ് ഓഫ് സിറിഞ്ച് എല്ലാവരും ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ.
ഇപ്പം സിറിഞ്ച് പുറത്തേക്ക് വലിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ മെഡിസിൻ്റെ ലിക്വിഡ് കയറും. പിന്നീട് അത് ഉള്ളിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് അത് ഇഞ്ചെക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ വർക്കിംഗ് ഓഫ് സിറിഞ്ച് എന്ന് പറയുന്നതും ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. A few statements related to atmospheric pressure are given below. Discuss and write down the reasons in your science diary. താഴെ ചില സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ടാണ് റിലേറ്റ് ആയിട്ടുള്ളത്. എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കണം. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്താണ്? അസ്ട്രോനേറ്റ്സ് വിയർ സ്പെഷ്യലി ഡിസൈൻഡ് ക്ലോത്ത്സ്. അസ്ട്രോനേറ്റ്സ് കണ്ടിട്ടില്ലേ? ബഹിരാകാശത്തേക്കൊക്കെ പോകുന്നവർ അസ്ട്രോനേറ്റ്സ് സ്പെഷ്യലി നമ്മളുടെ പോലത്തെയൊക്കെ സാധാ ഉടുപ്പിട്ടാണോ പോകുന്നത്? അല്ല, അവർക്ക് സ്പെഷ്യലി ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സസൊക്കെ ഇട്ടിട്ടാണ് അവർ പോകുന്നത്. അതിനുള്ള കാരണം എന്താണ്? സ്പെഷ്യലി ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ആസ്ട്രോണറ്റ് നമുക്കറിയാം എർത്തിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ എന്ത് കുറയും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അപ്പോൾ അവർ ധരിക്കുന്ന ആ ഡ്രസ്സ്, സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ആ ഡ്രസ്സസ് ഹെൽപ്സ് ഇൻ maintaining the pressure between dress and the body equal to that of atmospheric pressure. അപ്പോൾ അവർ ധരിക്കുന്ന ആ ഡ്രസ്സ് എന്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും? അവരുടെ ബോഡിയിലും അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും ഉണ്ടാകുന്ന വ്യത്യാസത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ, നിലനിർത്താൻ, അല്ലെങ്കിൽ ഒന്ന് കൂടാതെ ഒന്ന് കുറയാതെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ സ്പെഷ്യലി ഡിസൈൻഡ് ക്ലോത്ത്സ് ആ അസ്ട്രോനേറ്റ്സുകളെ സഹായിക്കും. രണ്ടാമത്തത്, ആസ് മൗണ്ടനേഴ്സ് ക്ലൈംബ് ഹയർ ഓൾട്ടിറ്റ്യൂഡ്സ് ദെയർ ഈസ് ദ പോസിബിലിറ്റി ഓഫ് നേസൽ ബ്ലീഡിങ്. അപ്പോൾ മൗണ്ടനേഴ്സ്, പർവ്വതാരോഹകർ, പർവ്വതങ്ങളുടെ മുകളിലേക്ക് കയറിപ്പോകുന്നവർ ഉയരങ്ങളിലേക്ക് കയറി പോകുമ്പോൾ ചിലപ്പോൾ നേസൽ ബ്ലീഡിങ്, മൂക്കിലൂടെ ചോര വരാനുള്ള സാധ്യത ഉണ്ട്. അതിനുള്ള കാരണം എന്താണ്? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോകുന്തോറും നമ്മൾ പഠിച്ചു പ്രഷർ കുറയും. അപ്പോൾ ബ്ലഡ് പ്രഷർ എന്താണ്? പ്രഷർ കുറയുമെന്നല്ലേ പറഞ്ഞത്? മുകളിലേക്ക് പോകുന്തോറും പ്രഷർ കുറയും. ആസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ്. സോ ദ ഹയർ ബ്ലഡ് പ്രഷർ ലീഡ്സ് ടു, അവരുടെ രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ കൂടും. ബ്ലഡ് പ്രഷർ കൂടുന്നതിൻ്റെ ഫലമായി ബ്ലഡ് വെസൽസ് പൊട്ടിയാണ്, ബ്രേക്ക് ചെയ്താണ് നേസൽ ബ്ലീഡിങ് ഉണ്ടാകുന്നത്. ഫിക്സിങ് റബ്ബർ സക്കേഴ്സ് ഓൺ പോളിഷ്ഡ് സർഫസസ്. റബ്ബർ സക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്ട്സുകൾ, ചില വസ്തുക്കൾ, ടോയ്സ്, കളിപ്പാട്ടങ്ങളൊക്കെ ഈ വെഹിക്കിളിലൊക്കെ നമ്മൾ തൂക്കിയിടാൻ ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റാണ്. അപ്പോൾ ഈ റബ്ബർ സക്കേഴ്സ് പോളിഷ്ഡ് സർഫസിൽ ഫിക്സ് ചെയ്യുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഒരു പ്രയോജനം ഉൾപ്പെടുത്തിയിട്ടാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ റബ്ബർ സക്കറിൻ്റെ ബേസ് ഒരു കുഴിഞ്ഞ ഭാഗമാണ്, കുഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതൊരു കോൺകേവ് ഷേപ്പ് പോലെയാണ്. അപ്പോൾ ഈ റബ്ബർ സക്കർ സ്മൂത്തായിട്ടുള്ള അല്ലെങ്കിൽ പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസിലേക്ക് നമ്മൾ വെക്കുമ്പോൾ എന്താവും? സർഫസിലേക്ക് വെക്കുമ്പോഴത്തേക്ക് അവിടുത്തെ എയർ ആബ്സെൻ്റ് ആയി പോകും. അവിടുത്തെ വായു ഇല്ലാണ്ടാവുകയും, വായു ഇല്ലാണ്ട് വരുമ്പോൾ പ്രഷർ അവിടെ കുറയുകയും ചെയ്യുന്നു. സോ ആ പ്രഷർ കുറയുന്നതിൻ്റെ ഫലമായി ആ സ്മൂത്ത് സർഫസിലേക്ക് ഈ റബ്ബർ സക്കർ അങ്ങ് ഒട്ടിപ്പിടിച്ചങ്ങ് ഇരിക്കും. മനസ്സിലായോ? പ്രഷർ അവിടെ കുറയും. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ കുറയുമല്ലോ. അങ്ങനെ അതിൻ്റെ ഫലമായിട്ടാണ് ഈ റബ്ബർ സക്കർ ആ സ്മൂത്ത് അല്ലെങ്കിൽ പോളിഷ്ഡ് സർഫസിൽ ഫിക്സ് ചെയ്ത് ഇരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. The weight of an air column above unit area on the surface of Earth at the sea level is considered as 1 atmospheric pressure. 1 atmospheric, 1 ATM എന്നൂടെ പറയാം. ATM
1 atmospheric pressure എന്ന് കൺസിഡർ ചെയ്യുന്നത് എന്തിനെയാണ്? The weight of an air column above unit area on the surface of earth at sea level. സമുദ്രനിരപ്പിൽ നിന്നും എർത്തിൻ്റെ യൂണിറ്റ് ഏരിയ സർഫസിൽ ഉണ്ടാവുന്ന എയർ കോളത്തിൻ്റെ വെയ്റ്റിനെയാണ് നമ്മൾ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അവിടെ അപ്പോൾ ശ്രദ്ധിച്ചോണം, അറ്റ് സീ ലെവൽ എന്നുണ്ട് കേട്ടോ, സമുദ്രനിരപ്പിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. ദിസ് ഈസ് ഇക്വലൻറ്റ് ടു ദ വെയ്റ്റ് ഓഫ് മെർക്കുറി കോളം ഓഫ് ഹൈറ്റ് 0.76 meter and unit area of 1 meter square. ഇത് എന്തിന് ഈക്വലാണ്? വെയ്റ്റ് ഓഫ് മെർക്കുറി കോളം. ഈ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ വെയ്റ്റ് ഓഫ് മെർക്കുറി കോളത്തിന് ഈക്വലാണ്. അതിൻ്റെ ഹൈറ്റ് 0.76 മീറ്ററും ഏരിയ 1 മീറ്റർ സ്ക്വയറും ആണ്. ദിസ് ഈസ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഒരു അറ്റ്മോസ്ഫിയറിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ മെർക്കുറി കോളത്തിൻ്റെ വെയ്റ്റിന് ഈക്വലാണ്. അതിൻ്റെ ഹൈറ്റ് 0.76 മീറ്ററും യൂണിറ്റ് ഏരിയ 1 മീറ്റർ സ്ക്വയറും എന്നുള്ള കണക്കുകൾ വേണം. യൂണിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ യൂണിറ്റ് ബാർ ആണ്. അതിൻ്റെ ചിത്രം അവിടെ കാണിച്ചിട്ടുണ്ട്. ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ മെഷർ ചെയ്യാൻ, അളക്കാൻ, അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. വെരി ഇമ്പോർട്ടൻറ്റ്. ബാരോമീറ്റർ, ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് നോൺ ആസ് ബാരോമീറ്റർ. അപ്പോൾ ബാരോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം മനസ്സിലായോ? അപ്പോൾ ഇന്ന് പഠിച്ച പോർഷൻസ് എല്ലാം ക്ലിയർ ആയോ? മനസ്സിലായില്ലെങ്കിൽ വീഡിയോ വീണ്ടും കാണുക, ക്ലിയർ ആവും. ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രം മതി, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒരിടത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പോയിൻറ്റ്സ് കിട്ടാനായിട്ട് ഭയങ്കര പാടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. 2 വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് പോയി കണ്ടതിന് ശേഷം ഇതുകൂടെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ടുവെങ്കിലുള്ള കമൻസുകൾ, എന്തെങ്കിലുമൊക്കെയുള്ള സജഷൻസ്, എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണുന്നവരേക്കും താങ്ക് യു.